അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൂർ കൊണ്ടുള്ളൊരു മജ്ബൂസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു മജ്ബൂസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. 1.5 കിലോ അമൂർ, 10 ഗ്രാം പച്ചമുളക്, 10 ഗ്രാം ഇഞ്ചി, 10 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ചെറിയ ഉള്ളി, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പ്. ഇതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച്, എണ്ണ ചൂടാവുമ്പോൾ പട്ട, ഗ്രാമ്പ് കുറച്ച്, 2 ഏലക്കായ, പിന്നെ ഫസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഇളം കളറ് വരണം, അധികം കളറാവാൻ പാടില്ല. ആ സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെച്ച്, കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം. കുറച്ചാ വേണ്ട. ഇത് നല്ലപോലെ വാടി വന്നാൽ കഴുകി വെച്ച മീൻ ഇതിലേക്കിടുക. അമൂർ പാകത്തിന് ഉപ്പ് ഇടുക. കുറച്ച് നേരം മീൻ മരക്ക് ഉപ്പ് ഈ വാട്ടി വെച്ച ഉള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അളന്ന് വെച്ച ചോറിന് അളന്ന് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ചോറിന് അളന്ന് വെച്ച വെള്ളമായിട്ട് ഈ മീനും ഇരുന്ന് വേവണം. കുറച്ച് പച്ചമുളക് ഇതിലേക്കിടുക. അമൂറിൻ്റെ പീസെല്ലാം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിക്കുക. ഒലീവ് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അമൂറിൻ്റെ കഷ്ണങ്ങളെല്ലാം അധികം പൊരിയാണ്ട് പൊരിച്ചെടുക്കണം. അമൂർ വെന്ത കഷ്ണങ്ങളെല്ലാം ഒലീവ് ഓയിലിട്ടിട്ട് പൊരിച്ചതായത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിക്കാം. ഞാനിത് ഒലീവ് ഓയിലാണ് പൊരിക്കുന്നത്. അധികം വെന്ത് പോകാണ്ട് എടുക്കണം. അമൂർ വേഗം വേകുന്ന മീന. മജ്ബൂസിന് വേണ്ടിയിട്ടുള്ള അരി 1 മണിക്കൂർ പൊതിർത്തി വെച്ച് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് പൊതിർത്തി വെച്ചത്. അമൂർ വേപ്പിച്ച വെള്ളത്തിലാണ് ഈ അരി ഇടുന്നത്. പൊതിർത്തി വെച്ച അരി ഉപ്പ് പാകത്തിന് നിങ്ങൾ നോക്കിയിട്ടിട്ടോ. ചോറ് പാകം പോലെ ആയി. ഇനി പൊരിച്ച് വെച്ച അമൂർ ഇതിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അടിയിൽ നിന്ന് ചോറ് കുറച്ചിൻ്റെ മേലെ പൊതിഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മളെ മജ്ബൂസ് റെഡി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക.